ഇന്ന് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ സെത്ത് റോളൻസിന് സംഭവിച്ച ഇഞ്ചറി റിയൽ ആണോ അതോ WWE ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ റാൻഡി ഓർട്ടന്റെ സമ്മർ സ്ലാം മാച്ച് കൺഫേം ചെയ്തതിന് ശേഷം ഫാൻസിന് ഭയങ്കരമായിട്ടും എതിർപ്പെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. ഫസ്റ്റ് റാൻഡി ഓർട്ടന്റെ സമ്മർ സ്ലാം മാച്ച് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ഡ്രൂ മാക്കിൻടയറിന്റെ കൂടെ മാച്ച് കൊടുത്തപ്പോൾ ഇനി ആ മാച്ച് എങ്ങാനും കണ്ടിന്യൂ ചെയ്ത് സമ്മർ സ്ലാമിലേക്ക് പോകുമോ എന്നുള്ള ചിന്ത പലർക്കും വന്നിരുന്നു. എന്നാൽ അതേ സ്റ്റോറിയിൽ ലോഗൻ പോളിനെ ആഡ് ചെയ്തുകൊണ്ട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും തുടർന്ന് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലും വന്ന സമയത്ത് ഒരുവിധം എല്ലാവരും വിചാരിച്ചത് ലോഗൻ പോൾ വേഴ്സസ് റാൻഡി ഓർട്ടൻ മാച്ചൊക്കെ വെക്കും എന്നാണ്. അത്തരത്തിൽ റാൻഡി ഓർട്ടനെ ലോഗൻ പോൾ അറ്റാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലേക്ക് വന്ന സമയത്ത് അത് മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് ഒരു ടാഗ് ടീം മാച്ചാണ് കൺഫേം ചെയ്തത്. അതായത് സിംഗർ ജെല്ലി റോൾ റാൻഡി ഓർട്ടൻ വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ ലോഗൻ പോൾ ഇവർക്ക് തമ്മിലൊരു ടാഗ് ടീം മാച്ച്. അപ്പോൾ ഈ മാച്ച് വന്ന സമയത്താണ് ഫാൻസിന് എതിർപ്പ് വന്നിട്ടുള്ളത്. മെയിനായിട്ടുള്ള കാരണം റാൻഡി ഓർട്ടന് ഒരു സിംഗിൾസ് മാച്ചൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് സമ്മർ സ്ലാം പോലെയുള്ള ഒരു വലിയ പേപ്പർ വ്യൂവിൽ. അപ്പോൾ അവിടെ ടാഗ് ടീം മാച്ച് വെച്ചത് ഫാൻസിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഡ്രൂ മാക്കിൻടയറിനും ഒരു സിംഗിൾസ് മാച്ചൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു. എന്തിന് ഡ്രൂ മാക്കിൻടയറും ഡാമിൻ പ്രീസ്റ്റുമായിട്ട് ഒരു മാച്ചിനും കൂടിയുള്ള സ്റ്റോറി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ടാഗ് ടീം മാച്ച് വെച്ചത്. അതുപോലെ മാച്ചുകളിൽ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ലോഗൻ പോളിനെയും ഈ ഒരു ടാഗ് ടീം മാച്ചിലൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് ഫാൻസിന് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല. അതായത് ഇതിലും നല്ലത് റാൻഡി ഓർട്ടൻ വേഴ്സസ് ലോഗൻ പോൾ മാച്ച് വെച്ച് സമ്മർ സ്ലാം മാച്ച് കാർഡ് സെറ്റാക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നന്നായേനെ. പക്ഷേ ടാഗ് ടീം മാച്ചാണ് വെച്ചിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ പൈസ കണ്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യം പോലെയാണ് തോന്നിയത്. അതുപോലെ മൊത്തത്തിൽ അങ്ങനെ അഭിപ്രായവും വരുന്നുണ്ട്. അതായത് ആ സിംഗർക്കെല്ലാം നല്ല സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ സമ്മർ സ്ലാമിൽ റാൻഡി ഓർട്ടൻ്റെ മാച്ച് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റല്ല. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ലോഗൻ പോൾ വേഴ്സസ് റാൻഡി ഓർട്ടൻ മാച്ച് ആയിരുന്നു എങ്കിൽ നന്നായാണ്. അതുപോലെ ഡ്രൂ മാക്കിൻടയറിനും മറ്റെന്തെങ്കിലും സിംഗിൾസ് മാച്ചും കൊടുക്കാമായിരുന്നു. കാരണം 2 നൈറ്റാണ് സമ്മർ സ്ലാം നടക്കുന്നത്. ഇനി സെത്ത് റോളൻസിൻ്റെ ഇഞ്ചുറിയെ പറ്റി പറയാം. അപ്പോൾ സെത്ത് റോളൻസിൻ്റെ കാലിനാണ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് സെത്ത് റോളൻസിൻ്റെ കാലിന് പല പ്രാവശ്യം ഇഞ്ചുറി സംഭവിച്ച് WWE വിട്ട് മാറി നിൽക്കുന്നതായിട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതുപോലെ തന്നെയാണ് വീണ്ടും കാലിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത് LA നൈറ്റുമായിട്ട് ഇന്ന് നടന്ന മാച്ചിൽ. അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ച ഇഞ്ചുറി ആണോ എന്ന് ചോദിച്ചാൽ 100% ശരിക്കും സംഭവിച്ച ഇഞ്ചുറിയാണ്. കാരണം ബാക്ക് സ്റ്റേജിൽ അതുപോലെയാണ് സെത്തിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ശരിക്കും ഇഞ്ചുറി സംഭവിച്ച എന്തൊക്കെയാണോ ചെയ്യുക അത് തന്നെയാണ് അവിടെയും ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇവർ പ്ലാൻ ചെയ്തതായിട്ട് ന്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സെത്തിന് ഇഞ്ചുറി സംഭവിച്ച സമയത്ത് പലരും വിചാരിച്ചത് സെത്ത് ഇഞ്ചുറി സംഭവിച്ചതുപോലെ കാണിച്ചു പോയി സമ്മർ സ്ലാമിൽ വന്ന് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യും, അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇഞ്ചുറി ശരിക്കും സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇഞ്ചുറി അപ്ഡേറ്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇത്തിരി മോശം അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സെത്ത് നന്നായി റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുവരേക്കും പോൾ ഹേമൻ സെത്ത് ഇവരുടെ സ്റ്റോറിയിലെ നിർത്തിവെക്കേണ്ടതായിട്ട് വരും. അതായത് ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ, പോൾ ഹേമൻ ഇവരെയൊന്നും TV കാണിക്കാതെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തേണ്ടി വരും. ഇനി അഥവാ TV കാണിക്കുകയാണെങ്കിൽ അവരെ ടാഗ് ടീം മാച്ചിലൊക്കെ പിടിച്ച് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സെത്ത് പോയ സ്ഥാനത്തേക്ക് മറ്റാരെങ്കിലും വരുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് ചാൻസ് ഒന്നുമില്ല. സെത്ത് തന്നെ ചെയ്താൽ മാത്രമേ അത് സെറ്റ് ആവൂ. അതുപോലെ സെത്തിൻ്റെ മണി ഇൻ ദി ബാങ്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാകാം. അപ്പം അങ്ങനെ ഡൗട്ടൊന്നും വേണ്ട, മണി ഇൻ ദി ബാങ്ക് ഒന്നും തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരില്ല. എന്തായാലും ഇപ്പോൾ ഇഞ്ചുറി ഇത്തിരി മോശമായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ പറയാം. അപ്പോൾ സെത്ത് റോളൻസിന് ശരിക്കും ഇഞ്ചുറി സംഭവിച്ചതാണ്. ഒരിക്കലും ഈ ഒരു ഇഞ്ചുറി ഈ ഒരു സമയത്ത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം സമ്മർ സ്ലാമാണ് വരാൻ പോകുന്നത്. അതുപോലെ റോമൻ റെയിൻസിൻ്റെ റിട്ടേണും ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഡിലേ ആവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നോക്കാം. അപ്പോൾ WWE മൊത്തം കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് സെത്തിന് ഇഞ്ചുറി സംഭവിച്ചത്. ഇത് റിയൽ ആയിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ മാറി സെത്ത് റിങ്ങിലേക്ക് വന്നുകൊണ്ട് ആ ഒരു ടീം വേറെ ലെവലാക്കി കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം.